Success is not final, failure is not fatal, and it is the courage to continue that counts. Hi, hello, welcome. This is Safna for Success Academy. So, ഇന്നും കുറച്ച് കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. And the first question is, char chaporis which were seen in news recently is associated with which state? ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് റീസെൻ്റ് ആയിട്ട് ന്യൂസുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ചാർ ചപ്പോരി ഉള്ളത് എന്നാണ് ചോദ്യം. ആൻഡ് ചാർ ചപ്പോരി എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് റിവറൈൻ ഐലൻഡ് ആണ് ബ്രഹ്മപുത്ര നദിയിൽ, അതായത് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഷിഫ്റ്റിംഗ് റിവറൈൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ചാർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഐലൻഡ് ആണ്. ചപ്പോരി എന്ന് പറയുന്നത് ലോ ലൈയിങ് ഫ്ലഡ് പ്രോൺ റിവർ ബാങ്ക് ആണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രഹ്മപുത്ര നദിയുടെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഷേപ്പുകൾ തമ്മിൽ മാറിപ്പോവാറുണ്ട്, അതായത് ചേഞ്ച് ചെയ്യാറുണ്ട് എന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ് ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ന്യൂസുകളിൽ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിയ കമ്മ്യൂണിറ്റി, അതായത് ആസാമിലെ ആണ് ഈ ചാർ ചപ്പോരി റിവറൈൻ ഐലൻഡ് ഉള്ളത്. സോ ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ബംഗാൾ ഒറിജിൻ മുസ്ലിംസ് ആണ് മിയ കമ്മ്യൂണിറ്റി. അതാണ് ഇവിടുത്തെ നേറ്റീവ്സ്. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൾച്ചറും അവരുടെ ഹെറിറ്റേജൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മിയ മ്യൂസിയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി, അതായത് ഇത് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് MLA ആയിട്ടുള്ള ഷെർമാൻ അലിയാണ്. മിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു മിയ മ്യൂസിയം സ്ഥാപിക്കാനുള്ള ഒരു ഗവൺമെൻറ്റിലേക്ക് ഈ ഒരു പദ്ധതി എത്തിച്ചത് കോൺഗ്രസ് MLA ആയിട്ടുള്ള ഷെർമാൻ അലിയാണ്. ആൻഡ് ശ്രീമന്ത ശങ്കരദേവ കലാക്ഷേത്രയിലാണ് ഇത് വരണം എന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ് ഇത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ആസാമിലെ ജനങ്ങളുടെ ഹാർമണിയും യൂണിറ്റിയും തകർക്കും എന്ന് അവർക്ക് പേടിയുള്ളത് കൊണ്ട് ഇവർ ഈ ഒരു മ്യൂസിയത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രപ്പോസൽ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിസ്പൂർ ആണ്. ആൻഡ് അവിടുത്തെ CM, ഈ കറണ്ട് CM സർബാനന്ദ സോനോവാൾ ആണ്. ആൻഡ് ഗവർണർ പ്രൊഫസർ ജഗദീഷ് മുഖിയാണ്. ഹീ ഈസ് ദ 30th ഗവർണർ ഫോർ ആസാം. And the next question is, which state high court become the first high court in India to live stream its court proceedings on YouTube? യൂട്യൂബിൽ അവിടുത്തെ കോർട്ട് പ്രൊസീഡിങ്സ് ലൈവായിട്ട് സ്ട്രീം ചെയ്തത് ഇന്ത്യയിലെ ഏത് ഹൈക്കോർട്ടാണെന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഹൈക്കോർട്ട് ഓഫ് ഗുജറാത്ത്. ഓക്കെ. ആൻഡ് ഫസ്റ്റ് ഡേ തന്നെ 1500 വ്യൂവേഴ്സാണ് അതിനുണ്ടായിരുന്നത്. ഓപ്പൺ കോർട്ട് കൺസെപ്റ്റ് ഓഫ് വെർച്വൽ ഹിയറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്ത് ഹൈക്കോർട്ടാണ് ഇത് കൊണ്ടുവന്നത്. ആൻഡ് ഗുജറാത്ത് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വിക്രം നാഥാണ്. ആൻഡ് ലിങ്ക് ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലുകളിലും ലഭ്യമാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ. എന്നാണ് വേൾഡ് സയൻസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ November 10th. ഓക്കെ. ആൻഡ് 1999 ബുഡാപെസ്റ്റ് കോൺഫറൻസിലാണ് ഇതിനൊരു ഒരു തുടക്കം കുറിക്കുന്നത്. ആൻഡ് 2001 ഇതിന് വേണ്ടിയിട്ട് യുനെസ്കോ പ്രൊക്ലമേഷൻ ഇറക്കുന്നത്. 2002 മുതൽ ഇത് നിലവിൽ വരികയായിരുന്നു. ഇപ്രാവശ്യത്തെ, അതായത് ഈ 2020 വേൾഡ് സയൻസ് ഡേ യുനെസ്കോ ഓൺലൈൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിട്ട് നടത്താനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് സയൻസ് ഫോർ ആൻഡ് വിത്ത് സൊസൈറ്റി ഇൻ ഡീലിംഗ് വിത്ത് COVID-19 എന്നാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, the NASA space traveler who voted for the 2022 US presidential election from International Space Station. International Space Stationൽ നിന്നും ഏത് US-ൻ്റെ ആസ്ട്രോനട്ട്, അതായത് നാസയുടെ ആസ്ട്രോനട്ട് ആണ് US presidential ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ആൻഡ് October 14 റഷ്യയിൽ നിന്നുള്ള 2 കോസ്മോനട്ട്സിൻ്റെ കൂടെ കെയ്റ്റ് റൂബിൻസ് 6 മാസത്തേക്ക് ഓർബിറ്റിംഗ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ കെയ്റ്റ് റൂബിൻസ് ആണ് നാസയുടെ ആസ്ട്രോനട്ട് ആയിട്ടുള്ള കെയ്റ്റ് റൂബിൻസ് ആണ് ISS-ൽ നിന്നും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നാസയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ, അവിടെ പൊതുവിൽ മറ്റേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലല്ലോ, സോ മുടിയൊക്കെ പാറി നിൽക്കുന്ന ബാക്കിൽ ISS വോട്ടിംഗ് ബൂത്ത് എന്ന് വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഒരു പിക്ക്, കെയ്റ്റ് റൂബിൻസിൻ്റെ പിക്ക് നാസയുടെ ട്വിറ്റർ അക്കൗണ്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനെ കെയ്റ്റ് റൂബിൻസും നാസയും ആബ്സെൻറ്റി വോട്ടിംഗ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എർത്തിൽ നിന്നും 253 മൈൽ
ഉയരത്തിലുള്ള സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്യൂർ ഇലക്ട്രോണിക് ബാലറ്റ് ജനറേറ്റഡ് ബൈ ക്ലർക്സ് ഓഫീസ്, അതായത് ഹാരിസ് കൗണ്ടിയിലുള്ള നാസയുടെ ജോൺസൺസ് സ്പേസ് സെൻറ്റർ, ഹോസ്റ്റൺ ടെക്സസിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെൻറ്ററിൻ്റെ ഹോമായിട്ടുള്ള ക്ലർക്സ് ഓഫീസ്, ഹാരിസ് കൗണ്ടിയിലുള്ള ക്ലർക്സ് ഓഫീസിൽ നിന്നും സെക്യൂർ ഇലക്ട്രോണിക് ബാലറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുകയും അവിടുന്ന് വോട്ട് ചെയ്ത് തിരിച്ച് ഇമെയിൽ വഴി ഡൗൺലിങ്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ 2006 കെയ്റ്റ് റൂബിൻസ് ഇത്തരത്തിലാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലെ കോൺഗ്രസ് 1997 ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. And the next question is, which Middle Eastern country is recently decided to reform the Islamic laws to ease lifestyle of the foreigners? ഫോറിനേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ ഈസ് ചെയ്യുന്നതിന് വേണ്ടി ഏത് രാജ്യമാണ് അവരുടെ ഇസ്ലാമിക് ലോസ് ഈസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, റിലാക്സ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് UAE. കോവിഡ് കാരണം എല്ലാ രാജ്യങ്ങളും തന്നെ വളരെയധികം ഇക്കണോമിക് പ്രോബ്ലത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു റിലാക്സിങ് ഓഫ് ഇസ്ലാമിക് ലോസ് ഫോർ ഫോറിനേഴ്സ് എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് എന്തിലൊക്കെയാണ് റിലാക്സേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെനാൽറ്റീസ് ഫോർ ആൽക്കഹോൾ കൺസംഷൻ, അൺമാരിഡ് കപ്പിൾസ് ടു കോഹാബിറ്റേറ്റ് ടുഗെദർ, ക്രിമിനലൈസിങ് ഓണർ കില്ലിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഈസ് ചെയ്തിട്ടുള്ളത്, റിലാക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 21 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് മദ്യം വാങ്ങാനും കൺസ്യൂം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഈസിങ് ലോസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് സ്റ്റേറ്റ് റൺ ചെയ്യുന്ന WAM ന്യൂസ് ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ആൻഡ് സ്റ്റേറ്റ് ലിങ്ക്ഡ് ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ദ നാഷണലിൽ ഇത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, where is the world's largest care and cure center for elephants being set up in India? ഇന്ത്യയിൽ എവിടെയാണ് കെയർ ആൻഡ് ക്യൂർ സെൻറ്റർ, അതായത് ലോകത്തിൽ തന്നെ ഫസ്റ്റത്തെ ഇത്രയും വലിയൊരു എലിഫൻസിന് വേണ്ടിയിട്ടുള്ള കെയർ ആൻഡ് ക്യൂർ സെൻറ്റർ വരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് ഇൻ കേരള. കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് കോട്ടൂരിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞ പോലെ വേൾഡിലെ ഫസ്റ്റ് സെൻറ്ററാണ്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 2021 ഫെബ്രുവരി വരെയാണ്. 108 കോടി ചെലവഴിച്ച് KIFB ആണ് 108 കോടി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. 50 ആനകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു അക്കോമഡേഷൻ സെൻ്ററാണ് ഇത്. പിന്നെ ഇതിൽ 50 ആനകളിൽ 16 എണ്ണം നിലവിൽ ഉള്ളതാണ്, അതായത് 16 എലിഫൻറ്റ്സ് ആർ എക്സിസ്റ്റിംഗ്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 50 ആനകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സെൻ്ററാണ് വരുന്നത്. ആൻഡ് ഇത് ബിൽഡ് ചെയ്യുന്നത് സ്റ്റീൽ പോൾസ്, സ്റ്റീൽ നെറ്റ്സ് ആൻഡ് 176 ഹെക്ടർ ഫോറസ്റ്റ് ലാൻഡ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൽ 35 അക്കോമഡേഷനാണ് വരുന്നത്. ബാക്കി അക്കോമഡേഷൻ വരുന്നത് സെക്കൻഡ് ഫേസിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുമൂലം 250 ആൾക്കാർക്കാണ് ജോലി ലഭിക്കാൻ പോകുന്നത്. അതിൽ 100 പേരും പാപ്പാന്മാരാണ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്, who has been appointed as the first president of Hockey India from North East? നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നും ആദ്യത്തെ പ്രസിഡന്റ്, ഹോക്കി ഇന്ത്യക്കുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. ആൻഡ് 10th ഹോക്കി ഇന്ത്യൻ കോൺഗ്രസ് ഡൽഹിയിൽ നടത്തിയ, അതായത് വെള്ളിയാഴ്ച ഡൽഹിയിൽ നടത്തിയ 10th ഹോക്കി ഇന്ത്യൻ കോൺഗ്രസ്സിലാണ് ജ്ഞാനേന്ദ്ര നിങ്കോംബൻ യുനാനിമസ്ലി ഇലക്ട് ചെയ്യപ്പെട്ടത്. ആൻഡ് ഇതിൽ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഇലക്ട് ചെയ്യും. 2 വർഷത്തേക്കാണ് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഫോർമർ പ്രസിഡൻ്റ് ആയിട്ടുള്ള മുഹമ്മദ് മുഷ്താഖ് അഹമ്മദാണ് വൈസ് പ്രസിഡൻ്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതായത് സീനിയർ വൈസ് പ്രസിഡൻ്റ് ആണ് അദ്ദേഹം. ആൻഡ് മുഹമ്മദ് മുഷ്താഖ് അഹമ്മദാണ് ജ്ഞാനേന്ദ്ര നിങ്കോംബൻ്റെ മുമ്പുണ്ടായിരുന്ന പ്രസിഡൻറ്റ്. ഓക്കെ. ആൻഡ് മണിപ്പൂർ CM ആയിട്ടുള്ള, അതായത് ജ്ഞാനേന്ദ്ര നിങ്കോംബൻ ഈസ് എ മണിപ്പൂർ നേറ്റീവ്. സോ മണിപ്പൂർ CM ആയിട്ടുള്ള N ബിരൺ സിംഗ് അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്, in which country a 500-meter high coral reef has been discovered for the first time in 120 years? 120 വർഷത്തിന് ശേഷം ഏത് കൺട്രിയിലാണ് 500 മീറ്റർ വലിപ്പമുള്ള കോറൽ റീഫ് കണ്ടെത്തിയത് എന്നാണ് ചോദ്യം. ഗ്രേറ്റ് ബാരിയർ റീഫ്, ഓസ്ട്രേലിയയിലുള്ള ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. സ്കിമിഡ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേപ്പ് യോർക്ക്, ഓസ്ട്രേലിയയിലുള്ള കേപ്പ് യോർക്കിലുള്ള സ്കിമിഡ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്തത്. 1.5 കിലോമീറ്റർ വൈഡുള്ള ഈ
ഗ്രേറ്റ് ബാരിയർ റീഫിലുള്ള ഈ കോറൽ റീഫ് ഒക്ടോബർ 20 ഡോക്ടർ റോബിൻ ബീനിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു ടീമാണ് ഇതിനു വേണ്ടി ഒരു ഡിസ്കവറി നടത്തിയിട്ടുണ്ട്, അതായത് ഇതിനു വേണ്ടി ഒരു സെർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡോക്ടർ റോബിൻ ബീൻ ഈസ് എ പ്രൊഫസർ ഇൻ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി. ആൻഡ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള റിസർച്ച് വെസൽ ഫാൽക്കോർ ആണ്. അണ്ടർ വാട്ടർ റോബോട്ടായിട്ടുള്ള സുബാസ്റ്റ്യൻ ആണ് ഇത് കണ്ടെത്തിയിട്ട് ഉള്ളത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. Who is the first Down syndrome to finish an Ironman triathlon? Ironman triathlon ഫിനിഷ് ചെയ്യുന്ന ഫസ്റ്റത്തെ മറ്റേ ഡൗൺ സിൻഡ്രോം ആരാണ് എന്നാണ് ചോദ്യം. 42 വർഷമായി നടത്തി വരുന്ന ഈ ട്രയാത്ലോൺ 2.4 മൈൽ സ്വിമ്മിങ്ങും 112 മൈൽ സൈക്ലിങ്ങും 26.2 മൈൽ റണ്ണിങ്ങുമായിട്ടുള്ള ഒരു മാരത്തോൺ കോമ്പറ്റീഷനാണ്. ഇത് ഇപ്രാവശ്യം അതായത് സാറ്റർഡേ നവംബർ 7 പനാമ സിറ്റി ബീച്ചിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ വിൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിഡയിൽ നിന്നുള്ള ട്രയാത്ലീറ്റ് ആയിട്ടുള്ള 21 ഇയേഴ്സ് ഓൾഡ് ക്രിസ് നിക്കീക്കാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് ബൂട്ട് കെട്ടിക്കൊടുക്കുന്ന ഒരു ഇമേജ് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇത്രയും സപ്പോർട്ട് ക്രിസ് നിക്കീക്കിന് കൊടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൻഡ് 17 മണിക്കൂറാണ് ഒരു അത്ലീറ്റിന് കൊടുക്കുന്നത്. ആൻഡ് ഹീ ഫിനിഷ്ഡ് വിത്തിൻ 16 hours 46 minutes 9 seconds കൊണ്ടാണ് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തത്. ഇതിൻ്റെ പുറകെ തന്നെ അദ്ദേഹത്തിന് ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡും വന്നു. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. ദോബ്ര ചാന്ദി സസ്പെൻഷൻ ബ്രിഡ്ജ് ഹാസ് ബീൻ ഇനോഗ്രേറ്റഡ് ഇൻ. എവിടെയാണ് ദോബ്ര ചാന്ദി സസ്പെൻഷൻ ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് ഇൻ തെഹ്രി ലേക്ക്. തെഹ്രി ലേക്കിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. തെഹ്രി ഗാർവാൾ ഡിസ്ട്രിക്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് തെഹ്രി ഗാർവാൾ ഡിസ്ട്രിക്റ്റ് വരുന്നത് എന്ന്. തെഹ്രി ഗാർവാൾ ഡിസ്ട്രിക്ട് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. ആൻഡ് ഉത്തരാഖണ്ഡ് ഡേ നമ്മൾ കഴിഞ്ഞ ദിവസം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 725 മീറ്റർ നീളമുള്ള ഈ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് മോട്ടോറബിൾ സിംഗിൾ ലെയിൻ സസ്പെൻഷൻ ബ്രിഡ്ജ് 2.96 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് CM ആയിട്ടുള്ള, അതായത് ഉത്തരാഖണ്ഡ് CM ആയിട്ടുള്ള ത്രിവേന്ദ്ര സിംഗ് റാവത്താണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. 14 വർഷം എടുത്തു ഇതൊന്ന് സാങ്ഷൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് വന്നതോടുകൂടി തെഹ്രി ടു പ്രതാപ് നഗറിലേക്കുള്ള 5 മണിക്കൂർ യാത്ര 1.5 മണിക്കൂറായിട്ട് കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്വാസം. ആൻഡ് ഓൾസോ ഡാം, അതായത് തെഹ്രി ഡാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡാമാണ്. ആൻഡ് വേൾഡിലെ തന്നെ 4th ഹയസ്റ്റ് ഡാമാണ് തെഹ്രി ഡാം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫയേഴ്സ്. MV രാഘവൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 2020 MVR പുരസ്കാരം ലഭിച്ച കവയത്രിയാണ് സുഗതകുമാരി. ആൻഡ് പ്രമുഖ ഫാഷൻ മാഗസീൻ്റെ വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ സീരീസിൽ ഇടം നേടി മന്ത്രി KK ശൈലജ. ആൻഡ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വലിയൊരു പ്രോത്സാഹനമായി 10 വർഷത്തിന് ശേഷം ആദ്യമായാണ് സംസ്ഥാനത്തിന് കേന്ദ്ര ധനസഹായം ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സാക്ഷരതാ നീക്കത്തിൻ്റെ ഭാഗമായ പദ്ന ലിഖ്ന അഭിയാനിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും 2.28 കോടി രൂപയും സംസ്ഥാന സർക്കാർ 1.90 കോടി രൂപയുമാണ് സംഭാവന ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ എല്ലാ അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് ഓൾസോ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു.